ഈ ചതിക്കുഴികൾ നമ്മളെ കാത്തു നിൽക്കുന്നത് ചേർത്തലയിലുള്ള കാഴ്ചയാണ് കേട്ടോ. ചേർത്തലക്കാരെയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള യാത്രക്കാരെയും എല്ലാം കാത്തു നിൽക്കുന്നതാണ് ഈ ചതിക്കുഴികൾ. മഴയില്ലാത്തപ്പോഴാണെങ്കിൽ പൊടി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മഴയാണെങ്കിലോ ഇതിൽ വീണ് എത്ര പേരുടെ നടുവൊടിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇത് കാണുമ്പോഴും ചോദിക്കുമ്പോഴും അറിയാൻ പറ്റും. കാരണം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന കാഴ്ചയാണിത്. ചെറിയ വാഹനങ്ങൾ ഇതുവഴി ഇപ്പോൾ കടന്നു പോകാറില്ല. എല്ലാം ഈ KVMന്റെ പുറകുവശമുള്ള പോക്കറ്റ് റോഡ് വഴിയാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡാണ്. അതിന് പറ്റേ കാണുന്ന സർവീസ് റോഡാണിത്. എക്സ്റേ ജംഗ്ഷനിലൂടെയുള്ള കാഴ്ചയാണിത്. ചേർത്തല NHന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് തൊട്ടടുത്തുള്ള സർവീസ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ചെറിയ വാഹനങ്ങളും ഓട്ടോ പോലും ഇപ്പോൾ ഇതുവഴി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടം പോകാറില്ലാത്ത അവസ്ഥയാണ് ഈ ഒരു നാഷണൽ ഹൈവേ വഴി. കുറേ നാളുകളായിട്ട് കാണുന്നൊരവസ്ഥയാണിത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ യാത്രക്കാരുടെ അവസ്ഥ. ഈ സർവീസ് റോഡ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചാണ് നമ്മൾ നിന്നത്. പക്ഷേ ഒരിക്കലും ശരിയായില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതുവഴി വീണ പല യാത്രക്കാരുമുണ്ട്. ബൈക്ക് യാത്രക്കാർ സാഹസിക യാത്ര ചെയ്യുന്ന പോലെയാണ് പോകുന്നത്. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഒരു ഫീലും നമുക്ക് ലഭിക്കും ഈ ഒരു റോഡ് വഴി നമ്മൾ പോകുമ്പോൾ. ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, രാത്രിയിലും മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. ഈ നാഷണൽ ഹൈവേ ഒക്കെ ചെയ്യുന്ന അധികാരികൾ സ്വയമായിട്ടും അതുവഴി അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ മുഴുവൻ പോകുന്നത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ആംബുലൻസ് ഉൾപ്പെടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ചെറിയ 2 വീലർ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഒരു റോഡ് തന്നെയാണ്. പക്ഷേ ആ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല ഒരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് നേരെയാക്കാനായിട്ട് അധികാരികൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഒരു ചെറിയ യാത്രക്കാരുടെ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞതെങ്കിൽ അപ്പോൾ നടന്നു പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുവഴി ഒന്ന് നടന്നു പോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്കോ അല്ലെങ്കിൽ ഈ അടുത്ത് കാണുന്ന ഒരു 2-3 ഹോസ്പിറ്റലുകൾ ഈ ഭാഗത്ത് തന്നെയുണ്ട്. അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾ എങ്ങനെ യാത്ര ചെയ്യും ഈ റോഡ് വഴി? ഒരു ചെറിയൊരു അസുഖമായിട്ട് വരുന്ന രോഗികൾ ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് അസുഖമായിട്ടായിരിക്കും അതിനകത്തേക്ക് പോകുന്നത്? ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്താൽ തീർച്ചയായും ഒരു നടുവേദന ഇല്ലാതെ നമുക്ക് ശരീരം അനങ്ങാതെ പോകാനായിട്ട് സാധിക്കില്ല. എത്ര കൂടിയ വാഹനത്തിൽ വന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ഒരു റോഡിലൂടെ എങ്ങനെ പോയാലും നടുവേദന ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ആ സമയത്താണ് ഇതുപോലുള്ള വലിയ വാഹനങ്ങളും ലോറികളും എല്ലാം ഇതോടൊപ്പം തന്നെ ടോറസുകളും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ചെറിയ വാഹനങ്ങൾ എന്ത് ദുരിതത്തോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും ഈ കാണുന്ന വെള്ളം മുഴുവൻ ഇരുചക്ര വാഹനക്കാരുടെ മുഖത്തുൾപ്പെടെ ദേഹത്തുമെല്ലാം വീണ് തന്നെയാണ് പോകുന്നത്. കുഴിയിൽ വീഴുമോ എന്നുള്ള ആശങ്കയിലും ഒരു സൈഡിൽ കൂടിയും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടുള്ള യാത്രയാണ്. എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന യാത്രയാണ്. ഇന്നൊരു ദിവസമെങ്കിലും ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചേർത്തലയിൽ മാത്രമുള്ള ഒരവസ്ഥയാണോ, അതല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് എല്ലായിടവും അവസ്ഥ ഇതൊക്കെ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നല്ല, ഇത് ഇങ്ങനെയുള്ള വീഡിയോകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ, ഇതുവഴി യാത്ര സുഗമമാകട്ടെ. എല്ലാവരും പാവപ്പെട്ടവരും പണക്കാരും ചെറിയ വാഹനമുള്ളവരും വലിയ വാഹനമുള്ളവരും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടുകൂടി ഇതുവഴി യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ.
ഇതിൽ വേറൊരു രസമെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഭയന്ന് ഇതിൻ്റെ പുറകിലുള്ള റോഡ് വഴി പോകാറുണ്ട്. അതായത് KVMന്റെ പുറകു വഴി പോകുന്ന ഒരു റോഡുണ്ട്. ഈ നാട്ടുകാരൊക്കെ അതുപോലെ തന്നെ ആ റോഡിനെ കുറിച്ച് അറിയാവുന്നവരുമൊക്കെ ആ റോഡ് വഴി യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെക്കാൾ അപ്പുറത്തെ അവസ്ഥയാണ് ആ റോഡ്. പിന്നെ അത് നമുക്കൊന്നുമില്ലെങ്കിലും അതൊരു നാട്ടും പുറത്തെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോഡല്ലെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന NHന്റെ ഭാഗമാണ്. ഇത് അത്യാവശ്യമായിട്ട് നന്നാക്കുക തന്നെ ചെയ്യണം. അതായത് നമ്മുടെ NH റെഡിയാകുന്നത് വരെ, ആ നാഷണൽ ഹൈവേ റെഡിയാകുന്നത് വരെ ഇത് തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നതും ഇതുവഴിയേ പോകാൻ പറ്റുകയുള്ളൂ. ഇതൊന്ന് നന്നാക്കി എടുക്കുക.